പെണ്ണൊരുത്തി 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 ഇത് ചാരുലത ടെക്സ്റ്റൈൽസ്. ഈ പട്ടണത്തിലെ ഏറ്റവും പാരമ്പര്യമുള്ള തുണിക്കടകളിലൊന്ന്. എന്നാൽ കാലത്തിൻ്റെ മാറ്റത്തിനൊപ്പം ഓടിയെത്താൻ കഴിയാതെ കിതയ്ക്കുകയാണ് നമ്മുടെ ചാരുലത. അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. മോർണിംഗ് വാക്കിനിടയ്ക്കാണ് ഞാൻ ഈ കാര്യം അറിയണത്. ഞാൻ വേഗം ഇങ്ങോട്ട് പോന്നു. എന്തൊക്കെയാ പോയിട്ടൊന്നും ഒരു പിടുത്തമില്ലടാ. ഇത് കള്ളന്മാരാണ്ട് കയറിയതാ. പോലീസിനെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഇനി അവരൊന്നും നോക്കട്ടെ. എന്താ നല്ലത് കണ്ടില്ലേ? നീ എപ്പോ തുറന്നു നടക്കായിരുന്നു. പോലീസ് വരുന്നുണ്ട്, ഞാൻ വിളിക്കാം. സാറേ, സ്പോട്ടെത്തി. താനാണോ ഫോൺ ചെയ്തത്? അതെ, ഞാനാണ് സാർ. താക്കോല് മറ്റാരുടെയും കയ്യിലുണ്ടോ? യെസ് സാർ, ഒരെണ്ണം രമേശന്റെ കയ്യിലുണ്ട്. എന്നിട്ട് അയാളെവിടെ? അയാളെ ഇന്നലെ പറഞ്ഞോട്ടെ സാർ. പൊക്ക്. അപ്പം മോഷണമല്ല. അപ്പൊ താനിതെപ്പോഴാ അറിഞ്ഞേ? ജസ്റ്റ് നോ സാർ, മോർണിംഗ്. ഇത് ചെട്ടിയാരെ തുണിപ്പീടിയല്ലേ? അച്ഛൻ മരിച്ചിട്ട് 6 മാസമായി. 2 മാസമായിട്ട് ഞാൻ. എത്ര മാസമായിട്ട്? 2 മാസമായിട്ട്. ഇവിടെ ഇപ്പോ എത്ര പണിക്കാരുണ്ടെന്നാ പറഞ്ഞേ? സാർ 5 പേര്. 5 പേര്? ഇതാരാ? ഇത് അച്ഛനാണ്. അച്ഛൻ. ഇയാൾക്ക് ഈ മാത്രമേ ഉള്ളൂ? ഞാൻ ഒറ്റ മോനാണ് സാർ. ഇവരൊക്കെ കുറെ കാലമായോ? അതെ സാർ, ഒരുപാട് വർഷമായിട്ട് ഇവരുടെ തന്നെ ഉണ്ട്. എത്ര മണിക്ക് അടയ്ക്കുക? ഒരു 8 മണിയാകുമ്പോൾ അടയ്ക്കും. അയ്യോ, എന്താ രമേ ചേച്ചി, എന്താ പറ്റിയേ? എണീക്ക് ചേച്ചി, കുറച്ച് വെള്ളം കൂടി ഇടും. എന്താ പറ്റിയേ ചേച്ചി? ഏഷ് 34 വർഷത്തെ സർവീസിൽ ആദ്യമായിട്ട് ഒരു പ്രതിമയും മനുഷ്യനും കൂടെ തൂങ്ങി മരിക്കുന്നു. റൈറ്ററേ, രമേശി രമേശേട്ട് അല്ലല്ല, തെഫ്റ്റല്ല, ഹാങ്ങിങ്ങാ. ചത്തതോ കൊന്നതോ അങ്ങനെന്തോ സാർ. എന്നാ ശരി. ഇത് കേസാക്കാതിരുന്നോളൂ സാർ, പ്ലീസ് സാർ. താൻ ഏതുവരെ പഠിച്ചു? സാർ MBA റാങ്ക് ഹോൾഡറാണ് സാർ.
MBAക്ക് റാങ്ക് ഇല്ലേ? ആട്ടെ, താനെന്തിനാ അയാളെ കൊന്നത്? ഞാനോ? ഞാനല്ല സാർ. താൻ ഇവിടുത്തെ ആരാന്നാ പറഞ്ഞേ? ഇതെൻ്റെ അച്ഛൻ്റെ കടയാണ് സാർ. ആ, ഇതെൻ്റെ അച്ഛൻ്റെ കടയാണ്. 6 മാസം മുമ്പ് അച്ഛൻ മരിച്ചുപോയി. കഴിഞ്ഞ 2-3 മാസമായിട്ട് ഞാനാ നോക്കുന്നത്. ഏതായാലും ഈ കേസ് താൻ കൊടുക്കും. പ്ലീസ് സാർ, സാർ അങ്ങനെ പറയരുത് സാർ. അത് എന്നെങ്കിലും ഒന്ന് രക്ഷിക്കണം സാർ. സാർ അങ്ങോട്ട് മാറിക്കടാ. മാറിക്കടാ. സുധീറെ, സാർ. ആ സ്റ്റാഫിൻ്റെ ഒക്കെ മൊഴിയെടുത്ത്. ഓക്കെ സാർ. എന്താ സാറേ, എന്താ പ്രശ്നം? സർ, മനോജ് സൺ ഓഫ് ഭാരതൻ, 40 വയസ്സ് എന്നയാളുടെ ചോദിച്ചതിൽ പറഞ്ഞത്. നമുക്ക് തുടങ്ങാം സാർ. മനോജേ, രമേശൻ ഇവിടുത്തെ സെയിൽസ്മാൻ ആണോ? രമേശ് ചേട്ടൻ ഇവിടുത്തെ ഓളിനോളായിരുന്നു സാർ. ചെറുപ്പം മുതലേ വലിയ മലയാളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ബാക്കി പറടാ. സാർ, കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക കഴിവ് തന്നെയായിരുന്നു രമേശ് ചേട്ടന്. അന്നൊരു ദിവസം രാത്രി ഇന്ന് മഴയുണ്ടായിട്ടും കച്ചവടം വലിയ കുഴപ്പമില്ല അല്ലേ? അതുകൊണ്ടല്ല, അതൊന്നും ശരിയാവില്ല. ആലിസ, നന്നായിട്ട് നോക്കി. എന്താ രമേശ പ്രശ്നം? നോട്ടെ സാറേ. മനോജേ, എന്താ അവിടെ? ഞാൻ വരുന്നേ. ഇത് നോക്ക് രമേശ് ചേട്ടാ, ഒരു മണിക്കൂർ നേരം തെരഞ്ഞു കണ്ടുപിടിച്ച സാധന ഇപ്പം ബില്ലാക്കിയപ്പോൾ അയാൾക്കത് വേണ്ടാന്ന്. ഭാര്യയ്ക്ക് ഇഷ്ടാവില്ല പോലും. അല്ല സാറേ, എന്തിനാ ഇപ്പം ഈ സാരി എടുത്തേ? വൈഫിന് ഗിഫ്റ്റ് കൊടുക്കാനാണോ? നാളെ എൻ്റെ 10th വെഡിങ് ആനിവേഴ്സറിയാ. സാരി എനിക്കിഷ്ടപ്പെട്ടു, പക്ഷേ ചിലപ്പോൾ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ വേണ്ട. ഓ, 10th വെഡിങ് ആനിവേഴ്സറി. എൻ്റെ സാറേ, വെഡിങ് ആനിവേഴ്സറിക്ക് ഭർത്താവ് കഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തൊരു സാരി അയാൾ സ്നേഹത്തോടെ തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഭാര്യ വേണ്ടാന്ന് പറയോ? സാറിൻ്റെ ഭാര്യ അങ്ങനെ പറയുന്ന എനിക്ക് തോന്നേ ഇല്ല. ശരി, എന്നാ പാക്ക് ചെയ്തു. മനോജെ, ഇതൊന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്തു. ഒരു സാർ. എന്തിനായിരിക്കും അയാൾ ആത്മഹത്യ ചെയ്തത്? രമേശ് ചേട്ടൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല സാർ. പിന്നെ ആരെങ്കിലും കൊന്നതാണോ? അറിയില്ല സാർ. ഇവിടെ ആർക്കെന്ത് പ്രശ്നമുണ്ടെങ്കിലും രമേശ് ചേട്ടനാണ് പോംവഴി ഉണ്ടാക്കുക. ആ പ്രതിമയും രമേശനും തമ്മിൽ? രമേശ് ചേട്ടന് ഗൗരി എന്ന് വെച്ചാൽ ജീവനായിരുന്നു. ഓ, അപ്പൊ പ്രതിമയ്ക്ക് പേരുണ്ടായിരുന്നോ? അത് വാങ്ങിച്ചപ്പോൾ അതിലൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു സാർ, ഗൗരി എന്ന പേരിൽ. എന്നിട്ട് സാറേ, രമേശ് ചേട്ടൻ ആ ദിവസവും രാവിലെ വന്ന് ഗൗരിയെ പുതിയ സാരിയൊക്കെ ഉടുപ്പിക്കാറ്. അതൊന്ന് കാണണം. വല്ലാത്തൊരു കഴിവാ രമേശ് ചേട്ടന്. എൻ്റെ രമേശ് ചേട്ടാ, ഈ ജീവനില്ലാത്ത സാധനത്തിനെ സാരി ഉടുപ്പിച്ച് നിങ്ങളെ ജന്മം തീരും. ദേ ഇങ്ങോട്ട് വെക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ നിന്നുതരാം. ഇത് മതിയോ എന്നെ സാരി ഉടുപ്പിക്കേ? രമേ, രാവിലെ തന്നെ കല്ലു ഉടുപ്പിക്കല്ലേ? നിന്റെ ആ നായരില്ലേ കള്ളുകൂടിയൻ, അയാളോട് പറ സാരി ഉടുപ്പിച്ചു തരാൻ. അയാളെ കെട്ടി നേരത്തെ എനിക്ക് നിങ്ങളെ കെട്ടിയാൽ മതിയായിരുന്നു. നോക്ക്, നമ്മൾ തമ്മിൽ നല്ല ചർച്ച. രമാദേവി രമേശൻ എങ്ങനെയുണ്ട്? നിനക്കേ ഗൗരിയോട് അസൂയ? എനിക്കോ? ദേ ഈ മിണ്ടാപ്രാണിയോടോ? നന്നായി. ഇല്ല, നിനക്ക് ഇവളോട് അസൂയേ ഇല്ല. എന്നിട്ടാണല്ലോ നീ ഇവളുടെ മുടി ഒരിക്കൽ മുറിച്ചത്. അത് ഇതേ രമേശ് ചേട്ടാ, വേണ്ടാത്തൊന്നും പറയണ്ട കേട്ടോ. പോ, ഞാൻ പണക്കാം.
അപ്പോഴേ ഇൻക്വസ്റ്റ് പ്രോപ്പർ ആയിരിക്കണം സർ. മെഷർമെന്റ് തെറ്റിക്കരുത്. പിന്നെ ഫുൾ ലെങ്ത് ഫോട്ടോ വേണം. താഴെ ഇറക്കുമ്പോഴേക്ക് എന്നെ വിളിച്ചു. ഓക്കെ സർ. ശരി സർ. ഇങ്ങോട്ട് നിൽക്കടാ. ഇങ്ങോട്ട് നിൽക്കാൻ. നീ എന്തിനാ പേടിക്കുന്നേ? പേടിയില്ല? ആ. നിനക്കെന്താ രമേശിനെ കുറിച്ച് പറയാനുള്ളത്? ഞമ്മക്ക് കിട്ടീനി. എന്ത്? രമേശ് ചേട്ടനോട്. എന്ത് കിട്ടീന്? കണക്കിന് കിട്ടീനി രമേശ് ചേട്ടനോട്. എന്തടാ? ദിവസം നമ്മൾ നേരത്താണല്ലോ വരിക. അപ്പോ ഗൗരീനെ മഞ്ചത്തി ആക്കല് രമേശ് ചേട്ടനാണല്ലോ. നമ്മള് കണ്ടീനി. എന്ത്? ഗൗരീന്റെ എന്താടാ പരിപാടി? ഓ രമേശ് ചേട്ടാ, എന്താ അങ്ങടെ ഗൗരീന്റെ സ്ട്രക്ചർ? ഇതെടുത്തൊന്ന് FB-ലിട്ട മുടിഞ്ഞല്ലായി കിട്ടും. നോക്കട്ടെ. നീ നാളെ ഒരു കാര്യം ചെയ്യും. നിന്റെ പെങ്ങളിലെ സാവിറ ഓള് തുണി മാറുമ്പോ ഇതേപോലെ ഒരു സാധനം എടുക്ക, എന്നിട്ട് FB-ലിട്. ഒരുപാട് ആൾ കാണും. ഇതിനേക്കാളും ലൈക്കും കിട്ടും. എന്തേ രമേശ് ചേട്ടാ, നമ്മൾ ആ ടൈപ്പല്ല കേട്ടോ. അപ്പൊ നീ ഇതെടുത്തതോ? അതിന് രമേശ് ചേട്ടാ ഒരു ചെറിയ പ്രതിമല്ലേ, ഒരു പ്ലാസ്റ്റിക് കഷ്ണവും. പിന്നെ നീ എന്തിനെതിരാ വികാരം കൊണ്ടത്? അത് പിന്നെ രമേശ് ചേട്ടാ, നമ്മൾ മനസ്സിലൊരു സീൻ സങ്കല്പിച്ചു പോയി. എടാ റിയാസേ, ഒരു പ്രതിമയായാലും ഒരു ചിത്രമായാലും എന്തിന് ഒരു പെണ്ണിൻ്റെ പേരായാൽ പോലും അതിലൊന്നും ലൈംഗികത മാത്രം കാണരുത്. പെണ്ണിൻ്റെ മാനം കാക്കേണ്ടത് പുരുഷന്റെ കടമയാ. സോറി രമേശ് ചേട്ടാ, നമ്മളിനി ചെയ്യൂല, ഉറപ്പായിട്ട് ചെയ്യൂല. അപ്പോ അതാണ് കാര്യം. ആ പ്രതിമയോട് രമേശന് വല്ലാത്തൊരു കെയർ ഉണ്ടായിരുന്നല്ലേ? പക്ഷെ സാറേ, രമേശ് ചേട്ടന് പ്രതിമയോട് മാത്രമായിരുന്നില്ല, ഞങ്ങളുടെ എല്ലാവരോടും വലിയ സ്നേഹമായിരുന്നു. ഞങ്ങളെ ആരെങ്കിലും തെറ്റായിട്ട് നോക്കുന്നത് രമേശ് ചേട്ടന് ഇഷ്ടാവില്ല. ശരിക്കും വലിയ ഏട്ടനായിരുന്നു രമേശ് ചേട്ടൻ. ആലിസേ, മോളിച്ചല്ല, ഞാൻ കാണിച്ചു കൊടുക്കാം. ഏത് കളറാ സാറേ? ആ കുട്ടി കാണിച്ചാൽ മതി. ഞാൻ കാണിക്കാം സാറേ. എങ്ങനത്തെ സാരിയാണ് വേണ്ടത്? നിങ്ങളെന്താ എന്നെ ഇൻസൾട്ട് ചെയ്യുക? സാറേ, സാറിനറിയോ, ഈ കസ്റ്റമർ എന്ന് വെച്ചാലേ ഞങ്ങൾക്ക് കിങ്ങാ. പക്ഷേ കിങ് ചെറ്റത്തരം കാണിക്കാറില്ല. ഇയാൾക്ക് വേറെ ആരുമില്ലേ? ഇല്ല സാർ, 15 വയസ്സ് മുതൽ മുതലാളിക്കൊപ്പമായിരുന്നു. പിന്നെ അതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ രമേശ് ചേട്ടന് വല്ലാത്ത ദേഷ്യവും സങ്കടമൊക്കെ വരും. ഇന്നലത്തെ ആ സംഭവം രമേശ് ചേട്ടൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. എം പിക്കാരൻ വാ, ചോദിക്കട്ടെ. സത്യത്തിൽ
ഇന്നലെ എന്താ സംഭവിച്ചത്? സാർ അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല സാർ. പിന്നെ നീ എന്തിനാടാ അയാളെ കൊന്നേ? സാർ ഞാനാരും കൊന്നിട്ടൊന്നുമില്ല സാർ. നീ പൊട്ടം കളിക്കുക? നീ പറയുന്നോ അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിക്കണോ? സാർ ഞാൻ പറയാം സാർ. പറയടാ പൊന്നുമോൻ പറയ്. സാർ ഇന്നലെ വൈകുന്നേരം സ്റ്റാഫിനൊക്കെ ഞാൻ വിളിച്ചിരുന്നു ഒരു മീറ്റിങ്ങിനായിട്ട്. പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാണ്. മാം ഇത് നോക്കൂ, പുതിയ സ്റ്റാഫാണ്. ആലിസ, ഇവിടെയുള്ള ഈ പഴയ ഡ്രസ്സസൊക്കെ ഒന്ന് എടുത്തിട്ടേ മടക്കി ഷെൽഫിൽ വെച്ചോളൂ മോളെ. ഇതിനി ഇവിടെ വെക്കേണ്ട, നമുക്ക് സാരീസ് തന്നെ വെച്ചാൽ മതി ഇവിടെ മോളെ. ഓക്കെ, ഇതെങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഇതൊക്കെ നിന്നെടുത്തില്ലേ? മാം പുതിയത് വന്നിട്ടുണ്ട് മാം, ഒന്ന് നോക്കൂ. അല്ല സാറേ, ഒന്നും എടുത്തില്ലല്ലോ. കടയ്ക്ക് പാരമ്പര്യം മാത്രം ഉണ്ടായ കാര്യമില്ലല്ലോ, സെലക്ഷൻ വല്ലതും വേണ്ടേ? വാടി, നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം. അതെ, എല്ലാവരും ശ്രദ്ധിച്ച്. നന്ദുമോന് നമ്മളോടെന്തോ പറയാനുണ്ടെന്ന്. ആ റിയാസേ, നീ ആ ഷട്ടർ ഒന്ന് അടച്ച. ശരി. Well, there is an important matter. That's why I called you all. Oh, sorry. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോടെല്ലാം പറയാനുണ്ട്. ആക്ച്വലി ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ബിസിനസ്. സെല്ലിങ് സാരീസ്, ധോത്തീസ്, അടിപ്പാവടാസ്. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല സാർ. യാ, ഐ എം കമ്മിങ് ടു ദ പോയിന്റ്. ഈ ഷോറൂം മേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണ്, എക്സ്ക്ലൂസീവ്ലി ഫോർ ഇമ്പോർട്ടഡ് ബ്രാൻഡഡ് അണ്ടർ ഗാർമെൻറ്റ്സ്. കേരളത്തിൽ ഇതിൻ്റെ സോൾ ഡിസ്ട്രിബ്യൂട്ടർ നമ്മളായിരിക്കും. ആയിക്കോട്ടെ സാർ, ഞങ്ങൾ റെഡിയാ. നോ, കമ്പനി അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റാഫിനെയൊക്കെ പ്രൊവൈഡ് ചെയ്തോളൂ. സാർ, സോ നിങ്ങൾ മറ്റെവിടെയെങ്കിലും ജോലി നോക്കുന്നതായിരിക്കും നല്ലത്. മോനെ, ഇവരൊക്കെ ഒരുപാട് കാലമായി ഇവിടെ. ഇനി പെട്ടെന്ന് മറ്റൊരു ജോലിയൊക്കെ നോക്കാന്ന് പറഞ്ഞാൽ. ഞാൻ രമേശ് ചേട്ടനോടും കൂടിയാ പറഞ്ഞത്. ആരും പേടിക്കണ്ട, വിൽ ഗിവ് യു 2 months ഓഫ് ടൈം. ഇതുപോലുള്ള ഐറ്റംസാണ് നമ്മുടെ പ്രൊഡക്ട്സ്. എലഗൻ, സ്റ്റൈലിഷ് ആൻഡ് കളർഫുൾ. കൊള്ളാം അല്ലേ റിയാസേ? ഇത് നീ ആ സ്റ്റാച്ചുറൊന്ന് ട്രൈ ചെയ്തേ, എങ്ങനെയുണ്ടെന്ന് കാണാലോ. എന്താ നിനക്ക് ചെവി കിട്ടൂടെ? സാറേ, രമേശ് ചേട്ടൻ പറയാതെ. മോനെ, അതൊന്നും ഗൗരിക്ക് ഇഷ്ടമല്ല. ഏത് ഗൗരി? ഓ, ഈ ഗൗരി. ഇവളെ എങ്ങനെ പറഞ്ഞു രമേശ് ചേട്ടാ? അതല്ല മോനെ, ഇവള് സാരി ചുരിദാറും മാത്രമേ ഇടാറുള്ളൂ. എന്തിനാ രമേശ് ചേട്ടാ ഈ പൊട്ട പ്രതിമയോടൊക്കെ ഇമാതിരി സെന്റിമെന്റ്സ്? മോനെ, അത് വെറും ഒരു ചില്ല് കഷ്ണമല്ലല്ലോ. മോൻ്റെ അച്ഛനല്ലേ? നിങ്ങൾ എൻ്റെ അച്ഛനെയും ഈ സ്റ്റാച്ചുവിനും തമ്മിൽ കമ്പയർ ചെയ്യരുത്. മൈൻഡ് ഇറ്റ്. വേണ്ട, ആരും വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. എനിക്ക് ജീവനുള്ളവ സമ്മതിക്കില്ല കുഞ്ഞെ. മിസ്റ്റർ രമേശൻ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ സമ്മതിക്കാനുള്ളൊരു സ്ത്രീയാണെന്ന്. പക്ഷെ എന്നും താനല്ലേ ഇവിടെ ഉടുതുണി മാറുന്നത്? താനൊരാളല്ലേ ഇവിടെ നഗ്നത ആസ്വദിക്കുന്നത്? ഇവിടാരാ തന്റെ ഭാര്യയോ അതോ വെപ്പാട്ടിയോ? ഇവിടെ വെറും തെരുവ് വേശ്യല്ലോ ഇവള്. ഇത് എൻ്റെ അച്ഛൻ വാങ്ങിച്ച പ്രോപ്പർട്ടി. എനിക്കറിയാം ഇവിടെ എന്ത് ചെയ്യണം എന്നുള്ളത്. കാണിച്ചറിയാൻ ഞാൻ. നീ എന്നെ തല്ലിയല്ലടാ.
അവനൊരു ജോലി. ഒരു മാറ്റമില്ല, അവന് ഒരു മാറ്റമില്ല. മാറങ്ങോട്, അവൻ്റെ ഒരു കമ്മലും വളയും. കൊച്ചുകുട്ടിയായിരുന്നപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ അവൻ. രമേശ് ചേട്ടനെ ചെണ്ടക്കിട്ടടിക്കും. ഈ കഷണ്ടി ഉണ്ടല്ലോ, പാരമ്പര്യമൊന്നുമില്ല, തുണിച്ചോടെ കയറ്റിയിട്ട. സാരമില്ലെന്ന് രമേശ് ചേട്ടന് ഒരു വിഷമവുമില്ല. മതി സദാചാരം പ്രസംഗിച്ചത്. ഒന്ന് ഇറങ്ങി പോവോ? കുഞ്ഞെ, ഞാനിവിടെ നിന്ന് എവിടെ പോവാനാ? എനിക്കറിയണ്ട, എവിടെങ്കിലും പോയി തൊലയേ. പോ, ഇറങ്ങി പോടോ. ഒന്ന് നിന്നേ. തീർന്നല്ലോ തന്റെ സംരക്ഷണം. ഇനി കളിതാൻ കണ്ടോ. തന്റെ ഗൗരിയെ ഞാനിവിടെ അടിവസ്ത്രം ഇടിച്ചു നിർത്തും. ഇല്ലേ തെരുവിലേക്ക് വലിച്ചെറിയും നഗ്നിയാക്കിയിട്ട്. തനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ താൻ ചെയ്യും. രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കേ. ഞാനൊന്ന് കാണട്ടെ കേട്ടോ. സാർ, ബോഡി ഇറക്കിക്കോട്ടെ. ആ തുടങ്ങിക്കോ, ഞാൻ വരാം. പ്രിയപ്പെട്ട നന്ദുമോന്, ഇന്നലെ ഞാൻ നിന്നെ തല്ലിയില്ലേ, അത് വലിയ തെറ്റായിപ്പോയി. 15 വയസ്സ് മുതൽ എനിക്ക് അന്നം തന്ന ആ വലിയ മനുഷ്യന്റെ മകനാണ് നീയെന്ന് ഞാൻ മറന്നുപോയി. എന്നോട് ക്ഷമിക്ക. പിന്നെ നന്ദുമോന്റെ ആ ചോദ്യം, എന്തവകാശം നിങ്ങൾക്ക് അവളുടെ മേൽ? ശരിക്കും ആ ചോദ്യം എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഒരുപക്ഷെ രമയും റിയാസും ഒക്കെ മനസ്സിൽ ഒരുപാട് തവണ ചോദിച്ചു കാണും ഇത്. ശരിയാ മോനെ, ഞാൻ ആരാ? ഗൗരിയുടെ അച്ഛനോ ഏട്ടനോ അതോ ഭർത്താവോ? സമൂഹത്തിന്റെ കണ്ണിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും പൂർണ്ണ അവകാശി അവളുടെ ഭർത്താവാണല്ലോ. ഞാൻ കാരണം ഗൗരിക്ക് ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നു. നന്ദുമോൻ അവളെ എൻ്റെ വെപ്പാട്ടിന്ന് വിളിച്ചു. ഇന്നലെ രാത്രിയിൽ എപ്പോഴും അവളുടെ കഴുത്തിൽ മഞ്ഞച്ചരടിൽ കോർത്തൊരു താലി ഞാൻ കിട്ടി. ഇത് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരവാണോ അതോ ഞാൻ ചെയ്യുന്ന പ്രായശ്ചിത്തമാണോ? എനിക്കറിയില്ല. ഈ ചാരുലത ടെക്സ്റ്റൈൽസ് വിട്ടൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. പക്ഷെ ഗൗരി ഇവിടെ തനിച്ചാക്കിയാൽ അവളുടെ ശരീരം കാമഭ്രാന്തിളകിയ പേപ്പട്ടികൾ കടിച്ചു കീറിയേക്കാം. അതുകൊണ്ട് അവളെ ഞാൻ കൂടെ കൊണ്ടുപോവാ. പെണ്ണിനെ ഒരു വിൽപ്പന ചരക്കായി കാണാത്തൊരിടത്തേക്ക്, സ്ത്രീകളുടെ ശരീരത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരില്ലാത്തൊരു ലോകത്തേക്ക് പോവാ ഞങ്ങൾ. ദൂരെ, അങ്ങ് ദൂരൊരിടത്തേക്ക്.
ഗൗരി, നീക്ക് നമുക്ക് പോണ്ടേ? ദൂരേക്ക്, അങ്ങ് ദൂരേക്ക് വാ. രമേശേട്ടാ, എന്തൊരു ഭംഗിയാ രമേശേട്ടാ ഇവിടെ. ഇനി ഇതാണ് നമ്മുടെ ലോകം. ഇഷ്ടായ ഗൗരിക്ക്? ഇങ്ങളൊരു സംഭവമാണ് കേട്ടോ രമേശേട്ടാ. ഗൗരി, നീ ശരിക്കൊരു സുന്ദരിയാ. സത്യായിട്ടും? രമേശേട്ടാ, എന്താ ഗൗരി? ഒരു കാര്യം പറയാനുണ്ട്, ഒന്ന് കണ്ണടയ്ക്കോ? പറ്റില്ല പറ്റില്ല, കണ്ണടയ്ക്ക്, കണ്ണടയ്ക്ക്. ആ, ഇനി തുറന്നോളൂ. എങ്ങനെയുണ്ട് രമേശേട്ടാ, അടിപൊളിയായില്ലേ? ഹായ്. Gauri, stop it! എന്താ ഇത് ഗൗരി? നിനക്കിത് എന്തു പറ്റി? ഞാൻ ഇപ്പോഴല്ലേ സ്വതന്ത്രയായത് രമേശേട്ടാ. അതിൻ്റെ ഒരു... എൻ്റെ മോൾ ഇതൊക്കെ ഒന്ന് മാറ്റി സാരി ഉടുക്ക്. നല്ല പെൺകുട്ടികൾക്കൊന്നും ഇതുപോലെ വേഷം കെട്ടി ചേരില്ല. പ്ലീസ് രമേശേട്ടാ, എനിക്ക് ഇഷ്ടായിട്ടല്ലേ ഞാനിതിട്ടോട്ടെ. ഗൗരി, നീ ഇത്രയും കാലം സാരിയല്ലേ ഉടുത്തിരുന്നത്? നിനക്കതായിരുന്നില്ലേ ഇഷ്ടം? അത് എൻ്റെ ഇഷ്ടായിരുന്നില്ലല്ലോ, രമേശേട്ടൻ്റെ ഇഷ്ടത്തിന് ഉടുപ്പിച്ചതല്ലേ. അതുകൊണ്ടല്ല മോളൂ, നിങ്ങൾ പെണ്ണുങ്ങൾ ഇതുപോലത്തെ ഇറുകിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടാ ഞങ്ങൾ ആണുങ്ങളുടെ കൺട്രോൾ പോവും.
പിന്നെ പീഡനായി, ബലാത്സംഗമായി, കേസ്, കോടതി, പത്രക്കാര്, ചാനല്, പോലീസ്, ഒന്നും പറയണ്ട. എന്ത് പൊട്ടത്തര രമേശേട്ടാ നിങ്ങൾ ഈ പറയുന്നേ? അപ്പം നമ്മുടെ പർദ്ദയിട്ട രസിയത്താത്താനെയും നഴ്സറി പഠിക്കുന്ന മണിക്കുട്ടീനെയൊക്കെയോ? എന്താ മിണ്ടാട്ടം മുട്ടിയോ? അല്ല ഗൗരി, പിന്നെ ആ അതാണ്. പിണങ്ങി പോവാ? അതൊന്നുമല്ല രമേശേട്ടാ കാര്യം. ഞങ്ങളിനി ഇരുമ്പിന്റെ പടച്ചട്ടിട്ട് നടന്നാലും നിങ്ങൾ ആണുങ്ങളുടെ കൺട്രോള് പോയിക്കൊണ്ടേയിരിക്കും. ഓഹോ, അപ്പൊ നിനക്ക് എല്ലാത്തിനും മറുപടി ഉണ്ട്. ഒരു കാര്യം നീ ഓർക്കണമായിരുന്നു ഗൗരി. നിനക്ക് ശബ്ദമില്ലാതിരുന്ന കാലത്ത് ആ കാമഭ്രാന്തരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ കാണായിരുന്നു, നിനക്ക് യൂട്യൂബിലും വാട്സാപ്പിലൊക്കെ വൈറലായിട്ട് നടക്കായിരുന്നു. ഞാനൊന്നും മറന്നിട്ടില്ല രമേശേട്ടാ. പക്ഷെ നിങ്ങൾ ഈ സംഭവങ്ങളെയൊക്കെ കാണുന്നത് ഒരു സദാചാര പോലീസായിട്ടാണ്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? രമേശേട്ടന് ഓർക്കണുണ്ടോ അന്ന് ആലീസിന്റെ കയ്യിൽ കയറി ഒരു കസ്റ്റമർ പിടിച്ചത്? പിന്നെ ഓർക്കാതെ അവനെ ഞാനൊന്ന് പറവർത്തിയില്ലേ. എന്നാലേ അതവളുടെ ലവറായിരുന്നു. പൊട്ടത്തരം പറയലേ ഗൗരി. പൊട്ടത്തരോ? എങ്കിലേ ആ ക്യാമറയൊന്ന് അവൾക്ക് നേരെ പിടിച്ച് ആ കാഴ്ചയൊന്നുകൂടെ കാണ്. ആലിസേ, എങ്ങനെയുണ്ട്? അയ്യേ പാവൻ രമേശേട്ടൻ. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തത് ഒരു വലിയേട്ടന്റെ കടമയാ. ഇതാണ് കുഴപ്പം. ഒരു പെണ്ണിനെ തനിച്ചെങ്ങാനും കണ്ടു കഴിഞ്ഞാ അപ്പോഴേക്ക് അവതരിച്ചോളും കുറേ വല്യേട്ടന്മാരും അമ്മാവന്മാരും ഒക്കെ. അല്ല രമേശേട്ടാ, അറിയാത്തോണ്ട് ചോദിക്കുക. ഒരാൺകുട്ടിയെ കണ്ട നിങ്ങൾ ആരെങ്കിലും പറയോ അവൻ എനിക്ക് അനിയനെ പോലെയാണെന്ന്? ഇല്ലല്ലോ. ഒരു പെണ്ണിനെ പെങ്ങളും മരുമോളൊന്നും അല്ലാതെ ഒരു സ്വതന്ത്ര വ്യക്തിയായി കണ്ടൂടെ ഇങ്ങക്ക്? ഞാനിതെല്ലാം കേൾക്കേണ്ടവനാ. ഞാൻ കാരണം നിനക്കൊരു ചീത്തപ്പേര് വന്നപ്പോ ഒരു താലി കെട്ടി അത് മാറ്റിയില്ലേ? അതിന് വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ളൊരു അർത്ഥം കൂടി ഇല്ലേ? എന്താ ഗൗരി, എന്താ പറഞ്ഞ? താലി കെട്ടുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിച്ചിരുന്നു രമേശേട്ടാ, ഗൗരി വിൽ യു മാരി മീ? ഇല്ലല്ലോ. നമ്മൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം പോലും നോക്കിയില്ലല്ലോ നിങ്ങൾ. ആരോടോ ഉള്ള ഒരു പ്രതികാരം എന്നോട് തീർക്കല്ലായിരുന്നോ? അതങ്ങനെയല്ല ഗൗരി. ഞാൻ നിന്നെ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ സമൂഹം നിന്നെ പിഴച്ചവൾന്ന് വിളിച്ചേനെ. അവരൊരു പാഠം പഠിപ്പിക്കാനല്ലേ നമ്മൾ ഒന്നിച്ച് ആത്മഹത്യ ചെയ്തത്. എനിക്ക് ആരെയൊന്നും പഠിപ്പിക്കാനുണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറഞ്ഞത്? നമ്മൾ ഒരുമിച്ച് ആത്മഹത്യ ചെയ്തു എന്നോ? കൊന്നതല്ലേ? നിങ്ങൾ എന്നെ കെട്ടിത്തൂക്കി കൊന്നതല്ലേ? ചീത്തപ്പേര് കേട്ടവൾക്ക് മരണമാണ് പ്രതിവിധിയെന്ന് നിങ്ങൾ ആണുങ്ങൾ കൽപ്പിച്ചതല്ലേ? നീ ഇനി എന്തൊക്കെ വാദിച്ചാലും ഒരു കാര്യമില്ല. കഴുത്തിൽ താലി വീണ് കഴിഞ്ഞാൽ ഭർത്താവിനനുസരിച്ച് ജീവിക്കണം പെണ്ണ്. അല്ലാതെ അവന്റെ തലേക്കേറി നിരങ്ങരുത്. അപ്പോ എന്റെ ചിന്തകൾക്കും ഇഷ്ടങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനൊന്നും യാതൊരു വിലയില്ലേ? തീർച്ചയായും. പക്ഷേ
എനിക്കും കൂടി സ്വീകാര്യമാവുമ്പോൾ മാത്രം. നിങ്ങളെക്കാൾ എത്രയോ ഭേദമായിരുന്നു അവര്. അവരുണ്ടാക്കിയ മുറിവുകൾ തൊലിപ്പുറമേ മാത്രമായിരുന്നു. ഗൗരി, അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണ. ഞങ്ങൾ ആണുങ്ങളെന്നും ഇരയോടൊപ്പം തന്നെയാ. ഇരയോടൊപ്പം? നിങ്ങൾ എന്നെ ചിരിപ്പിച്ച് കൊല്ലും. എന്തത്ര ചിരിക്കാൻ? ഇര, ആ വാക്കിൽ പോലുമില്ലേ ഒരു വേട്ടക്കാരന്റെ അവകാശം? ഇല്ലേ രമേശേട്ടാ? പിന്നെ പൊരുതി വീണവൾ എങ്ങനെയാ ഇരയാവുന്നത്? പറ. അവള് പോരാളിയല്ലേ? പോരാളി. അതൊന്നും എന്റെ വിഷയമല്ല. എന്റെ ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ എനിക്ക് അവകാശമുണ്ട്. നല്ല ഉറപ്പുള്ള നട്ടിലുമുണ്ട്. ഒന്നല്ല, 9 വട്ടം ആലോചിച്ചു. എനിക്കിത് വേണ്ട രമേശേട്ടാ. ഇപ്പോഴേ ഭയങ്കര ടൈറ്റാ. കുറച്ചുകൂടെ കഴിഞ്ഞാ ഞാൻ ശ്വാസം മുട്ടി ചാവും. ഇനി ഇത് നിങ്ങൾ തന്നെ വെച്ച രമേശേട്ടാ. നോ, രമേശേട്ടൻ എന്നെ തൊടരുത്. ഞാനല്ല നിന്നെ ഇത്രയും കാലം. ഞാൻ തൊടും, കെട്ടിപ്പിടിക്കും, എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യും. നോ. ഒരു പെണ്ണ് നോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നോ തന്നെയാണെന്ന് നിങ്ങൾ ആണുങ്ങൾ മനസ്സിലാക്കണം. ഗൗരി, ജീവിതത്തിലൊന്നും പ്രതീക്ഷിക്കാത്തവനായിരുന്നു ഞാൻ. പക്ഷെ നീ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോ ഒരുപാട് സ്വപ്നം കണ്ടു. നമ്മുടെ കുടുംബം, കുട്ടികള് എല്ലാം. ഇങ്ങനെ കരയല്ലേ രമേശേട്ടാ. നിങ്ങൾ ആണുങ്ങളുടെ ഇമോഷണൽ ബ്ലാക്ക്മെയിലിന് മുമ്പിലാ ഞങ്ങൾ പെണ്ണുങ്ങൾ എപ്പോഴും തോറ്റുപോകുന്നത്. ഇല്ല രമേശേട്ടാ, ഇവിടെ ഞാൻ തോൽക്കില്ല. തോൽക്കാൻ എനിക്ക് പറ്റില്ല. ഗൗരി, സ്ത്രീ എന്നും പറയുന്നത് ഭൂമി ദേവിയാ. ക്ഷമയാ അവളുടെ ഏറ്റവും വലിയ ശക്തി. മോളത് മറക്കരുത്. എന്തൊരു തള്ള രമേശേട്ടാ ഇത്. സ്ത്രീ, ദേവി, ഭൂമി, ക്ഷമ, മണ്ണം കട്ട. എന്റെ മാഷേ, ഈ പെണ്ണെന്ന് പറയുന്നത് ഭൂമിദേവിയൊന്നും അല്ല. നിങ്ങളെ പോലെ തന്നെ വികാരവും വിചാരവും ഒക്കെ ഉള്ള ഒരു മനുഷ്യജീവി തന്നെയാ. ഗൗരി, നീ രമേശേട്ടനെ തോൽപ്പിക്കണോ?
ആരെയും തോൽപ്പിക്കാനല്ല രമേശേട്ടാ, സ്വയം ജയിക്കാൻ. ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ എനിക്ക് പോയേ പറ്റൂ. ഒരു മൺചെരാതിന്റെ മങ്ങിയ വെളിച്ചം മറന്നു നീ പോവുകൻ പൊന്മകളെ. ബലമാർന്ന പാദങ്ങൾ പുൽകിച്ചരിക്കുക, ദൃഢമായ ചിന്തകൾ തന്നെ വേണം, നെഞ്ചിൽ ദൃഢമായ ചിന്തകൾ തന്നെ വേണം. ആരോ മറന്നിട്ടുപേക്ഷിച്ചതാണി പഴന്തുണിശീലയാകുന്ന അബലത്വം. ഞരമ്പിലൂടഗ്നി ഒഴുകുമെൻ ചാരികെ, വെണ്ണുര ചിന്തി നീ ഇനി പോവുക, വെണ്ണുര ചിന്തി നീ ഇനി പോവുക. വർണ്ണാങ്കിത നൂലിൽ കൊരുത്ത പൊൻതാലിക്കുരുക്കിൽ പൊലിയാതിരിക്ക നീ. കടലിരമ്പിടുമൊരു നീലിമയ്ക്കപ്പുറം കഴിവിൻ്റെ നിധിയുണ്ട് നിന്റെ കയ്യിൽ, കഴിവിൻ്റെ നിധിയുണ്ട് നിന്റെ കയ്യിൽ. പിൻവിളികളെല്ലാം മറക്കുക, വീണ്ടും ചുവടുവച്ചിടുക ധീരധീരം. നിന്റെ പാതയ്ക്കൊട്ടുമില്ല തടസ്സങ്ങൾ, തടയുവാനിനിയില്ല ഭൂവിലാരും, നിന്നെ തടയുവാനിനി